ഹലോ ഗായ്സ്, ഇത് ഒരു ജനുവരി 3-ാം തീയതി ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷന് പോയൊരു വ്ളോഗാണ് കേട്ടോ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ മടി കാരണം പിന്നെ ആവട്ടെ വെച്ചിരുന്നു. ഇപ്പോൾ ജനുവരി 14-ാം തീയതി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗാലറിയൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ താരം എൻ്റെ ചേച്ചി തന്നെയാണ്. അത് വരും വീഡിയോയിൽ പറയാം എന്താണെന്നുള്ളത്. ഇനാഗ്രേഷന് വരാനുള്ള കാരണം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ഞാനുണ്ടായിരുന്നു, ഉണ്ണിയോളുണ്ടായിരുന്നു, ചേച്ചി, അച്ഛൻ, അമ്മ, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഫംഗ്ഷന് പോയത്. അപ്പോൾ എൻ്റെ നാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവർട്ടിയിലാണ് കേട്ടോ. തൃശ്ശൂർ പാവർട്ടിയാണ് എൻ്റെ നാട് വരുന്നത്. സിഗ്നേച്ചർ സ്ക്വയർ എന്ന ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. പരിപാടി തുടങ്ങുമ്പോൾ ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും കുഞ്ചോട് വർത്താനൊക്കെ പറഞ്ഞു നിന്നു. പ്രോഗ്രാമിൻ്റെ മെയിൻ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയണം, നമ്മുടെ ഡാൻസറായിട്ടുള്ള കുക്കുവാണ് കേട്ടോ. പിന്നെ വേറൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ ബിഗ് ബോസ് ആയിരുന്നു കേട്ടോ. ബിഗ് ബോസ് ആരാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. മൂപ്പര് മാസ്ക് ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കാരണം തന്നെ അത് ആരാ എന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു എല്ലാവർക്കും. പിന്നെയാണ് മനസ്സിലായത് ഇത് ബിഗ് ബോസിലത്തെ കോണ്ടസ്റ്റൻ്റ് ഒന്നല്ല, ബിഗ് ബോസ് ആണ് എന്നുള്ളത്. കണ്ടിട്ട് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ ശബ്ദം കേട്ട് ഒരുപക്ഷെ പരിചയമുണ്ടാവും അല്ലേ? സോണി, സ്വജി, കൺഫ്യൂഷൻ മുമ്പിലേക്ക് വയ്ക്കാം. ഈ ശബ്ദം കേട്ടിട്ടുണ്ടാവും അല്ലേ? താങ്ക് യു. ഇങ്ങനൊരു വേദിയിലേക്ക് വിളിച്ചതിനുള്ള സന്തോഷം ആദ്യം അറിയിക്കുന്നു. പരിപാടിയുടെ ഇടയിൽ പിള്ളേർക്ക് ബോറടിച്ച കാരണം ഞാനും പിള്ളേരും സൈഡിൽ മാറുന്ന ബലൂണ് തട്ടിക്കളിക്കായിരുന്നു കേട്ടോ. കുക്കു വന്നാൽ പിന്നെ ഡാൻസ് ഉറപ്പാണല്ലോ. ഡാൻസ് തുടങ്ങാനാക്കട്ടെ മുന്നേ കുക്കു സ്റ്റേജിൽ കയറി പിള്ളേർക്കൊക്കെ സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കുക്കുവിൻ്റെ ഡാൻസ് ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ കുഞ്ഞുട്ടിക്ക് പാട്ട് വെച്ചാൽ പിന്നെ ഡാൻസ് കളിക്കണം. അപ്പം ഞാനും കുഞ്ഞുട്ടി നിന്നിട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. കുഞ്ഞുട്ടിക്ക് നല്ല ഇഷ്ടമായി. പിള്ളേരിനായിട്ടുള്ള ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ സ്റ്റാഫുകളിനൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഡാൻസ്. അത് കഴിഞ്ഞിട്ടായിരുന്നു DJ പ്രോഗ്രാം. DJക്ക് ഞങ്ങൾ നിന്നില്ല. ഉണ്ണുകൾക്ക് ഭയങ്കര വാശിയാവാൻ തുടങ്ങി. വീട്ടിൽ പോകണം എന്നുള്ളൊരു ടെൻഡൻസിയൊക്കെ വന്നു. സമയം അപ്പം തന്നെ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.